ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ഷാന. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ചിട്ട് അറബിക് കാലിഗ്രഫി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2 പെൻസിൽ വേണം, പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്സ് വേണം. റബ്ബർ ബാൻഡ്സിന് പകരം നമുക്ക് സെല്ലോ ടേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ റബ്ബർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പെൻസിൽ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒരു പെൻസിൽ മറ്റേ പെൻസിലിനേക്കാളും കുറച്ച് താഴ്ത്തിയിട്ട്, അതായത് ഒരു ചെറിയൊരു ഒന്ന് മറ്റേതിനേക്കാൾ വലുതായിരിക്കും അതിൻ്റെ ടിപ്പുകൾ. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടുക. സെല്ലോ ടേപ്പ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ, പക്ഷേ നമുക്ക് പിന്നീട് പെൻസിൽ ഷാർപ്പ് ചെയ്യണമൊക്കെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും വായിച്ചെടുക്കാൻ. അപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളത് റബ്ബർ ബാൻഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് ഓരോന്ന് യൂസ് ചെയ്ത് അത് നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പെൻസിലിൻ്റെ ടിപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ ലെറ്റേഴ്സും എഴുതണമെന്ന് നോക്കാം. ക്യാമറയുടെ സെറ്റിങ്സ് ഞാൻ കറക്റ്റ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ക്ലാരിറ്റി ഇൻ ആൻഡ് ഔട്ടായി പോകുന്നുണ്ട്. നിങ്ങൾ ദയവത് ക്ഷമിക്കാതെ. ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഞാനത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ അലിഫാണ്. അലിഫ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ പെൻസിൽ സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് താഴോട്ടേക്ക് വലിച്ചാൽ മതി. നമ്മുടെ അലിഫ് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ അലിഫിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ പെൻസിൽ വെച്ചിട്ട് അപ്പർ ടിപ്പിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ട്രയാങ്കിൾ പോലെ വരും. അത് ജസ്റ്റ് ഒരു ട്രയാങ്കിളാണ്. അപ്പർ ടിപ്പിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ച് ലോവർ ടിപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ട്രയാങ്കിൾ പോലെ കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. അത് അല്ലാതെ 2 പെൻസിലെ ടിപ്പ് വെച്ചിട്ട് ചെയ്യേണ്ട. ഏതെങ്കിലും ഒരു ടിപ്പ് വെച്ചിട്ട്, അതായത് അപ്പർ ടിപ്പ് മാത്രം യൂസ് ചെയ്ത് താഴോട്ടേക്കൊരു ലൈൻ വരയ്ക്കുക. ദെൻ ലോവർ ടിപ്പിൽ നിന്ന് ആ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലിഫിൻ്റെ മേൽഭാഗത്തുള്ള ആ എഴുത്ത് കറക്റ്റായിട്ട് വരും. അടുത്ത ലെറ്റർ ബാ ആണ്. അത് നിങ്ങൾ പെൻസിൽ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ട് അതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാ എന്ന ലെറ്റർ എഴുതാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പുള്ളി ഇടുന്നത് ഈ പെൻസിൽ സ്ലാൻഡ് പൊസിഷനിൽ ജസ്റ്റ് വലത്തോട്ടേക്ക് വരക്കുക. ബാക്കി 2 സൈഡിലും ജസ്റ്റ് അപ്പർ ടിപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലെറ്ററായ ബാ റെഡിയായി. എന്നിട്ട് അതിൻ്റെ എൻഡ് പൊസിഷനിൽ ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തേക്കുന്ന പോയിൻറ്റിനേക്കാളും ലോവറായിരിക്കും എൻഡ് പോയിൻ്റ് ഇരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് നോർമലായിട്ട് എഴുതുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ഫസ്റ്റ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയണുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക്. അടുത്ത ലെറ്റർ താ ആണ്. താവും ബാ എഴുതിയ പോലെ സെയിം തന്നെയാണ്. ആകെ ആ പുള്ളിയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ മോള് ക്യാമറ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഷെയ്ക്കായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടങ്ങിയിരിക്കില്ല. പിന്നെ അവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മക്കൾ അടക്കിയിരുത്തുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം താവും സെയിം ബാ എഴുതണ പോലെ തന്നെയാണ്. ഇനി അടുത്തത് താ എഴുതണമെങ്കിൽ ജസ്റ്റ് ആ പുള്ളി ഒരു പുള്ളിയും കൂടി 2ൻ്റെ നടുക്കായിട്ട് വരുന്നതിൽ പുള്ളി ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4th ലെറ്ററായ താവും നമുക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന ലെറ്റർ ജീമാണ്. ഹാ ജീം, ഇത് 3ൻ്റെയും ബേസ് സെയിം ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യണം പുള്ളി എവിടെയാണോ വരുന്നത് അതിനനുസരിച്ചാണ് ഓരോ ലെറ്ററിൻ്റെയും ഉച്ചാരണം വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് ടോട്ടൽ 4 സ്ട്രോക്കാണുള്ളത്. അതായത് ഫസ്റ്റ് സ്ട്രോക്ക് വലത്തോട്ട്, പിന്നെ താഴോട്ട്, പിന്നെ വലത്തോട്ട്, പിന്നെ മേളിലേക്ക് അതിൻ്റെ എൻഡ് കൂർത്ത് വരയിക്കുക.
അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ആ ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ചിട്ട് എഴുതണത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെന്നാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ഞാൻ ചെയ്ത ആ കാലിഗ്രഫിയുടെ ബേസിക്സ് വീഡിയോ നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഓരോ ലെറ്ററും എത്ര സ്ട്രോക്കുകൾ വേണം, പിന്നെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്, മിഡിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും എങ്ങനെയൊക്കെ ആ ലെറ്ററിന് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. ജീമ്, ഹ, ഹ ഇത് മൂന്നും സെയിം ബേസ് ആയതുകൊണ്ട് ഞാൻ ബാക്കി 2 ലെറ്റേഴ്സ് എഴുതുന്നില്ല. അത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. ഇനി അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ദാലാണ്. ദാൽ എഴുതുമ്പോൾ നമ്മൾ ബാം താക്ക് എഴുതിയ പോലെ തുടക്കം സ്റ്റാർട്ടിങ് കറക്റ്റാണ്, പക്ഷെ കുറച്ചും കൂടി കേർവ്ഡ് ആയിട്ടായിരിക്കണം അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ വരേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബാക്ക് എഴുതിയ പോലെ താഴോട്ടേക്ക് വന്ന് ഇടത്തോട്ടേക്ക് വലിക്കുക. ലാസ്റ്റ് എൻഡ് ചെറുതായിട്ടൊന്ന് കൂർത്തു കൊടുക്കുക. അടുത്ത ലെറ്റർ റായാണ്. റാ എഴുതുമ്പോൾ ബാഡൊക്കെ സ്റ്റാർട്ടിങ് പോലെ ചെറിയ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് വേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് കുറച്ച് നീളത്തിൽ വന്നിട്ട് ഇടത്തോട്ടേക്ക് വലിക്കുക. ദെൻ മേളിലത്തെ പെൻസിലിൻ്റെ ടിപ്പ് മാത്രം കൊണ്ടുപോവുക. അപ്പോഴാണ് കറക്റ്റ് ആ റായുടെ ഷേപ്പായിട്ട് വരുള്ളൂ. റാ, വാവ് ഇങ്ങനെയുള്ള കുറച്ച് ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ആ വാലിൻ്റെ ഭാഗത്ത് ആ കേർവ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ ലെറ്ററിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ലെറ്റർ സായാണ്. അത് സെയിം തന്നെയാണ് ബേസ്. ഇനി നമുക്ക് സീന്, ഷീന് എന്നീ ലെറ്റേഴ്സ് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. അപ്പോൾ സീനും ഷീനൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റത്തെ ടിപ്പിനേക്കാളും ചെറുതായിരിക്കും സെക്കൻഡും തേർഡും വരുന്ന ടിപ്പ്. ടിപ്പല്ല, എൻഡ് അതിനേക്കാളും ചെറുതായിരിക്കും. അതായത് ഈ തുടങ്ങണ സീനിൻ്റെ ബേസില്ലേ, ബേസും സീനിൻ്റെ ടെയിലും തമ്മിൽ ഏകദേശം സെയിം ഹൈറ്റ് ആയിരിക്കണം. ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഈ ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോഴും നമ്മൾ അതിൻ്റെ ലെങ്ത്തും ഹൈറ്റും ഒക്കെ എത്രത്തോളം വേണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ച് നമ്മൾ എഴുതുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടും എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത ലെറ്റർ ഷീനാണ്. ഷീനിൻ്റെ ഇതും 3 പുള്ളി, അത് താഴെ നമ്മൾ പുള്ളി എങ്ങനെയാണ് ഇട്ടത് അതുപോലെ 3 എണ്ണം ഒരുമിച്ചിടുക. ഇനി നമ്മൾ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് സ്വാദാണ്. സ്വാദൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ആ റേഷ്യോ ആണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആ റേഷ്യോ കറക്റ്റായാൽ തന്നെ നമ്മുടെ ലെറ്റേഴ്സ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അടുത്ത ലെറ്റർ അതാണ്. അത് സെയിം ബേസ് ആയതുകൊണ്ട് ഞാൻ എഴുതണില്ല. നിങ്ങൾ തന്നെ എഴുതി നോക്കിയാൽ മതി. കാരണം ജസ്റ്റ് ഒരു പുള്ളിയുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ഈ ലെറ്റേഴ്സ് നമ്മൾ കൂടുതലും എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് താ ആണ്. താ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ അലിഫ് എഴുതിയതുപോലെ താഴോട്ടേക്ക് കൊണ്ടുവരിക. പിന്നെ അവിടെ നിന്ന് വലത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്വാദൊക്കെ എഴുതിയില്ലേ അതുപോലെ വലത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇടത്തോട്ടേക്ക് വരിക. എല്ലാ ലെറ്റേഴ്സിൻ്റെയും ബേസിക്സ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. എല്ലാം ഷൂട്ട് ചെയ്ത് കഴിയും ചെയ്തു. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇൻഷാല്ലാ അപ്ലോഡ് ആക്കാം, ഉടനെ തന്നെ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസ് കാണുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.